ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ ലറ്റീന മേക്കപ്പ് എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സ്വതവേ എല്ലാ ട്രെൻഡിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഞാൻ ഒന്ന് പുറപ്പെടുക. അങ്ങനെ ഞാൻ ഇന്നൊന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ലറ്റീന മേക്കപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഈ ഒരു ലുക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാക്സിമം നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ വീഡിയോയിൽ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നമ്മളെല്ലാം മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസ് ഒന്ന് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു സ്കിൻ കെയർ എന്ന പോലെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഞാനിത് പുറത്തേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായതുകൊണ്ടാണ് സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലുക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രൈമറാണ് കേട്ടോ. പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഹൈബ്രോസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്, ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിന് ഹൈബ്രോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഹൈബ്രോസ് എടുക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്ത് കളയില്ല, കുറച്ച് നേരം അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഫില്ല് ചെയ്യുമ്പോൾ ഇതൊന്ന് വളരെ കുറച്ച് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങളത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒരിക്കലും നിങ്ങൾ വിട്ട് കൊടുക്കരുത്, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാവും. ഞാൻ ഈ ഐബ്രോസ് എടുക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ നല്ല തിക്കായിട്ടാണ് ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത്. ഇത് വരച്ചാലും ഇല്ലെങ്കിലൊക്കെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ ഞാൻ കുറച്ചൊന്നിങ്ങനെ താഴേക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് കൺസീലറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും അധികം യൂസ് ചെയ്യില്ല. ഓവർ നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, ഭയങ്കര കേക്കി ആയിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇവിടെയൊക്കെ വേറൊരു കളർ ഉണ്ടാവില്ലേ, അതൊന്ന് ലൈറ്റേൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെയുള്ള സ്കിന്നിൻ്റെ കളറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അത്രമാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ്.
ഇതും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പുറമേനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. കൺസീലറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്ത മേക്കപ്പ് ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ലാക്മേൻ്റെ കോമ്പാക്ട് പൗഡർ റോസ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് റോസ് പൗഡർ എന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് റോസ് പൗഡർ പോലെ എല്ലാവർക്കും ഉണ്ടാവുക, സാധാ ഒരു കോമ്പാക്ട് പൗഡർ പോലെയുള്ളത്. ഇതെല്ലാം മേക്കപ്പ് ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറുതായിട്ട് കേട്ടോ, വളരെ ചെറുതായിട്ട് ഓക്കെ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഐലൈനർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സോറി ഗൈസ്, ഞാൻ ക്യാമറ ഓണാന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ണ് എഴുതിയിരുന്നു, പിന്നെയാണ് ഞാൻ കണ്ടത് ക്യാമറ ഓണല്ലാന്ന്. ഒന്നും ചെയ്തില്ല. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വലിയൊരു ടൈലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അധികം കട്ടിയില്ലാതെ ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് എഴുതിയെന്ന്. ഞാൻ ഇപ്പുറത്തെ കണ്ണും കൂടെ ഒന്ന് എഴുതുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടൈൽ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഈ മിററിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെനിക്ക് വലിയ തരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നടക്കൂല. ഞാനിതൊന്ന് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഐലൈനർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ വോളിയം വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫേക്ക് ലാഷസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വലുതായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഫേക്ക് ലാഷസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മസ്കാര യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളടുത്ത് ഫേക്ക് ഐലാഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐലാഷസ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തില്ല, സോ ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിലേക്ക് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കൺസീലർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ശരിക്കും ഇതിന് ഫൗണ്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല, പക്ഷെ ഞാൻ ഫൗണ്ടേഷൻ അല്ല ഇടുന്നത്, ഞാൻ BB ക്രീമാണ് ഇടുന്നത്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. എനിക്ക് ബാക്ക് പെയിൻ എടുത്തിട്ട് രക്ഷയില്ല. ഓക്കെ ഗൈസ്, അടുത്ത സ്റ്റെപ്പ് കോണ്ടോർ ആണ് വരിക. എൻ്റെ അടുത്ത് കോണ്ടോർ ഇല്ല, സോ ഞാൻ ഏകദേശം ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്. മൂക്കിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ലൈന് പോലെ. ഓക്കെ, അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിന് നമ്മൾ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ന്യൂഡ് കളറാണ്, അത്യാവശ്യം ഒരു റെഡ് പിങ്ക് അങ്ങനത്തെ ഒരു കളറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്നൊരു ഏച്ച് കളർ എടുക്കാണ് കേട്ടോ. വളരെ കുറച്ച് മതി, ഇതിലധികം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലഷൊന്നും ഒരു ഇട്ടിട്ടില്ല.
സോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അത് വളരെ കുറച്ച് മാത്രമേ കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ കൺസീലർ എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് നിക്ക്. അപ്പോൾ ഇവിടെ മാത്രം കുറച്ചുകൂടെ കൺസീലർ ഇട്ടിട്ട് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ കുറച്ചൊരു ഷെയ്ഡ് ആവശ്യമുണ്ട്. സോ നമ്മൾ കുറച്ച് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐഷാഡോ ഉണ്ടെങ്കിൽ ഒരു ന്യൂഡ് കളർ എടുത്തിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഐഷാഡോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചൊക്കെ ഒന്ന് ഒപ്പിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലിപ്പിനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിപ്പ് ലൈനർ വരയ്ക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ലിപ്പ് വേണമെങ്കിൽ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലായിരിക്കും നമ്മളൊരു ന്യൂഡ് കളറൊക്കെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ. സോ കുറച്ചുകൂടെ കൺസീലർ എടുത്ത് ലിപ്പിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ലിപ്പ് ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിനി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഹൈലൈറ്ററും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നോസിൻ്റെ ഇവിടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയുണ്ടോ, വളരെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാൻ ഏകദേശമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട്. പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയെന്നായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ പിന്നെ പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ക്യാമറേൻ്റെ ആംഗിളൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത് ഒപ്പിച്ചതാണ്. എൻ്റെ കൈയൊക്കെ കണ്ടോ, കയ്യിലൊക്കെ മൊത്തം ലിപ്സ്റ്റിക്കൊക്കെ ആയി ഒരവസ്ഥയായിട്ടുണ്ടായിരുന്നു പകുതി ഇങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോൻ്റെ പകുതി ആരൊക്കെയോ വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടുമോയെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എഡിറ്റ് ചെയ്തിടുമോയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അവസ്ഥയിലാണുള്ളത്. പക്ഷേ എനിക്ക് വീഡിയോ ഇടണം നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് എടുത്തൊപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. പക്ഷേ ഇത് എന്താ പറയുക, പക്ഷേ കൊള്ളാം, ഒരു നല്ലൊരു ലുക്കാണ്. ഈ ലുക്ക് ഞാൻ ഈ ഹെയറൊന്നും ഇങ്ങനെ ഞാൻ കെട്ടാറേ ഇല്ല. പക്ഷേ ഇത് ഹെയർ നന്നായിട്ടൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് നന്നായിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.